സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചാനലിൽ കോളിമിയാൻ പോണം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കില്ലൻ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെയൊക്കെ തന്നെ എണ്ണിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്കിനി നേരെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണം. അപ്പം നമ്മളിവിടെ ചുമ്മാ വീടൊക്കെ ചുറ്റിക്കറങ്ങിയിരിക്കുമായിരുന്നു ഗൈസ്. നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോഴാണ് ഗൈസ് നമ്മുടെ ഫോണിലേക്കൊരു അപ്പോൾ ഗൈസ് നമ്മളെ വിളിച്ചത് ഷിബുവാണ്. ഹലോ ഷിബു, എന്തുവാടാ കാര്യം? എടാ ഒന്നും പറയണ്ടാ, എന്നെ പോലീസ് വിളിച്ചടാ, ഇപ്പൊ ജയിലിൽ കിടക്കുവാടാ. നീ ജയിലിൽ പോയോ? അതെങ്ങനെ? എടാ ഒന്നും പറയണ്ടാ, ഞാനാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന്റെ വണ്ടി അങ്ങ് മോട്ടിച്ച്. എടാ നീ എന്തുള്ള പൊട്ടനോ? നീ എന്തിനാ പ്രസിഡന്റിന്റെ വണ്ടി ഓട്ടിക്കാൻ പോയേ? അല്ല, നിനക്ക് എങ്ങനെ ഈ ജയിലിൽ നീ ആയിരുന്നു എന്നെ വിളിക്കുന്ന ഫോണിൽ? എടാ ഇവിടുത്തെ പോലീസ് എന്നെ ചെക്ക് ചെയ്തിട്ടാ ജയിലിൽ കെട്ടി, പക്ഷേ അവരെന്റെ ഈ ഫോൺ ഇരിക്കുന്ന ആരും കണ്ടില്ലടാ. ആണോ? എന്തുവായാലും നല്ല കാര്യമായി. അല്ലെങ്കിൽ ഞാൻ നിന്നെ അറിയത്തില്ലായിരുന്നു നീ ഇങ്ങനെ ജയിലിൽ കിടക്കും. എന്തുവായാലും ഞാൻ നിന്നെ രക്ഷിക്കാം. എടാ പിന്നെ നീ വരുവാണ്, എന്നെ രക്ഷിക്കാൻ വരുവാണെങ്കിൽ വേഷമൊക്കെ മാറിയിട്ടേ വരൂ. പിന്നെ നിന്നെ തോക്കൊന്നും ഇല്ലല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ചോദിച്ചാൽ മതി, അവൻ്റെ തോക്കൊക്കെ കാണും. അപ്പം ശരിയടാ. നീ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി. ശരി എന്നാ. രാവിലെ തന്നെ ഒരു പണി കിട്ടിയേക്ക്. എന്തുവല്ല നൈസ്, നമ്മുടെ ഷിബു ആണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ആ പുള്ളിയുടെ അടുത്തോട്ട് പോവാം. അപ്പം നമ്മളങ്ങനെ നമ്മളെ സോമന വെച്ച ലൊക്കേഷനിലൊക്കെ എത്തിയിരിക്കുവാണ്. ഇവിടുന്ന് ഒരു നേരെ പോകണമെങ്കിൽ ഒരു റെഡ് കളർ വീട് കാണും. അവിടെയാണ് പുള്ളി ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഓക്കെ, ഈ കാണുന്നതാണ് വീട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് പുള്ളിയെ വിളിക്കാം. ഡോറി കൊട്ടി വിളിച്ചിട്ട് കാണാം. നീ മറ്റേ ഷിബു പറഞ്ഞിട്ട് വരുന്നല്ലേ, ഞാൻ നിനക്ക് തോക്ക് തരാം, പിന്നെ ഒരു കാറും തരാം. അതോ അവിടത്തുള്ള ഒരു ബിൽഡിംഗ് കാണോ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. അപ്പൊ ശരി. ശരി ചേട്ടാ, ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി. അപ്പം നമുക്ക് ആ പുള്ളി തോക്കൊക്കെ തന്നിരിക്കുവാണ്. ഇനി നമുക്ക് നേരെ പോകേണ്ട എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു പുള്ളി പറഞ്ഞ നമുക്ക് വണ്ടി തരാമെന്നാണ്. അപ്പോൾ നമുക്ക് ആ പുള്ളി പറഞ്ഞ വണ്ടി തരാമെന്നുള്ള സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു പുള്ളി തന്നിരിക്കുന്ന ഒരു മോഡിഫൈഡ് താറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാക്കാണ്. ഇനി നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മളൊരു വിഗ്ഗൊക്കെ വെച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഷിബുവിനെ കാണുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ AK-47 എടുത്ത് നേരെ പോലീസിനെ ഷൂട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് എങ്ങോട്ട് പോകാം. ഇനിന്നാണ് നമുക്ക് നമുക്ക് സ്നൈപ്പറല്ല വേണ്ട, AK ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പുള്ളി ഇത്രയും തോക്ക് തന്നിട്ടുണ്ട്, RPG തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള കുറച്ച് പോലീസുകാരുണ്ട് ഗൈസ്, അവരെ ഒന്ന് അടിച്ചിടണം. അവരെ അടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഷിബുവിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവരെല്ലാം അടിച്ചിട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആകെ ഒരാളെ വെടിവെച്ചു. അപ്പോൾ ഗായ്സ് ഒന്നും പറയണ്ട, നമുക്ക് ഒരു സ്റ്റാറൊക്കെ തന്നെ ആയിരിക്കുവാണ്. അപ്പോൾ വേണ്ട എല്ലാവരും നമ്മളെ വെടിവെക്കുവാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ ഒറ്റ തോക്കും കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പുള്ളി വന്ന് RPG എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ RPG വേണ്ടാന്ന് പറഞ്ഞാണ്, പക്ഷേ വേണമെന്ന് പറഞ്ഞ കാര്യമായി. അപ്പോഴാണ് നമുക്ക് 2 പോലീസ് കൂടി ഉണ്ട്. അപ്പോൾ ഇവരെയും കൂടി ഞാൻ കൊന്നിട്ട് നമ്മുടെ ഷിബുവിനെ ഒരു വണ്ടി കയറ്റിക്കൊണ്ട് എളുപ്പം പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവരെയും കൂടി കൊല്ലണം എളുപ്പം എങ്ങനെയൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഇവിടെയുള്ള അടുത്തൊരു മതിലുണ്ട്, അവിടെ കയറാൻ നേരെ. ഓക്കെ, ഇവിടെ നിന്ന് RPG വിടുവാണെങ്കിൽ നമ്മളും ചാവും ഗൈസ്. അപ്പം ഇവിടെ അടുത്ത് ഈ ഒരു മതിലുണ്ട്, അതിൻ്റെ മണ്ടേ കയറാൻ നോക്കാം. പക്ഷേ നമുക്ക് കയറി നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇനി നേരെ മേളിലോട്ട് കയറാം. നമ്മൾ മേളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ മറിഞ്ഞടിച്ച് താഴെ വീണു ഗൈസ്. അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്കൊന്ന് മറിഞ്ഞടിച്ച് താഴെ വീണു. 2 പേരെയും കൂടി ഇനി കൊല്ലാനുണ്ട്. ഇവരെയും കൂടി കൊന്നാൽ ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരിവിടെ അടുത്ത് വന്ന് ഇവിടെ വെച്ച് RPG ഇടുവാണെങ്കിൽ നമ്മളും ചാവും. അപ്പോൾ നമുക്കിനി നേരെ ഇവരെ കൊല്ലാം. അങ്ങനെ നമ്മളെ 2 പേരെയും കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് നമ്മുടെ സോമനെ കയറ്റിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സോമനെയൊക്കെ തന്നെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ട എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. കാരണം എന്ന് വെച്ചാൽ സോമന് നേരെ പോകാൻ പോകുന്നത് കാശ്മീരിലോട്ടാണ്. അപ്പോൾ നമ്മുടെ കാശ്മീരിലോട്ട് ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് വിടേണ്ടത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പം നമ്മുടെ ട്രെയിൻ പോകാം. അതിൻ്റെ മുമ്പ് നമ്മുടെ സോമൻ നേരെ കയറി പോകാൻ പോകണം. അപ്പോൾ നമ്മുടെ സോമൻ കയറി പോകാണ് ഗൈസ്. ഇപ്പോൾ ട്രെയിൻ വിടും ഗൈസ്, നമ്മൾ എളുപ്പം പോകാം. അങ്ങനെ ഗൈസ് നമ്മളെ സോമൻ അങ്ങനെ കയറി പോകുന്നു. അപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്ന് നമ്മുടെ വണ്ടി ഇടിച്ച് കയറിപ്പിച്ചു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഇവിടുന്ന് ഇനി എവിടോട്ടെങ്കിലും ചാടിപ്പോകണം. ഞാൻ വേറെ സിറ്റിയിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്.